ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്കാലപ്പ് നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. 3.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ലെങ്ത്ത് മാർക്ക് ചെയ്തത് 8 ഇഞ്ചാണ്. ഇനി നമുക്കത് ജോയിൻ ചെയ്തിട്ട് ഒരു വി നെക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വി നെക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഞാനൊരു ലൈന് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്യാനും അതിനൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും സ്റ്റിച്ച് ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വീതിയിലാണ് ഞാൻ ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്താണ്, ഉള്ളിലേക്ക് വരുന്ന ഭാഗത്തായിട്ടാണ് സ്കാലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത്. 2 മാർക്കിങ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഏത് മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങും എൻഡും വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ ആദ്യം വരച്ച ലൈനിൻ്റെ മുകളിലായിട്ട് ആ ഒരു പോയിൻ്റ് വരുന്ന രീതിയിലാണ് ഞാൻ വച്ചു കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ഷേപ്പിലാണോ സ്കാലപ്പ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇതേപോലെ ക്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ സ്കാലപ്പും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും, വലുതും ചെറുതുമായി പോകില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 സൈഡിലും മാർക്കിങ് കൊടുത്തത്. അതാകുമ്പോൾ നമുക്കൊരു കറക്റ്റ് അളവ് അറിയാൻ പറ്റും. ഓരോ സ്കാലപ്പും സെയിം അളവിൽ തന്നെയാണെന്ന് ഉറപ്പായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സ്കാലപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് അത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ സ്കാലപ്പ് കറക്റ്റ് ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഓരോ കോർണർ ഭാഗങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ സ്ലോ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സാവധാനത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്ലോത്തിൽ അയൺ ചെയ്ത് കൊടുക്കാം. ഞാൻ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മെയിൻ ക്ലോത്തിലേക്ക് നമ്മുടെ ക്യാൻവാസ് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്യാൻവാസ് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ഫാബ്രിക്കും ക്യാൻവാസും കൂടി ചേർത്ത് വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തോട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കാലപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസും മെയിൻ ഫാബ്രിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോവാതെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മുടെ ക്യാൻവാസിൽ തട്ടാത്ത രീതിയിൽ സ്ലോ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മുടെ ക്യാൻവാസിലേക്ക് സ്റ്റിച്ച് വീഴാൻ പാടില്ല. നമ്മുടെ ക്യാൻവാസിൻ്റെ സ്കാലപ്പ് ഡിസൈനും ക്ലോത്തും വരുന്ന ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ സ്കാലപ്പ് കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ക്ലോത്തിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻവാസിലേക്ക് നമ്മൾ സ്റ്റിച്ച് വരാൻ പാടില്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് സാവധാനത്തിൽ ചെയ്യുക, ക്ഷമയോടുകൂടി ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് സമയം എടുത്തിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കതൊന്ന് നീറ്റായിട്ട് കിട്ടുള്ളൂ, കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടുക. കോർണർ ഭാഗങ്ങളൊക്കെ നല്ല പോയിൻ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓരോ തവണയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സൂചി കുത്തി നിർത്തി ഇതേപോലെ ഓരോ തവണയും സൂചി പൊക്കിയും താഴ്ത്തിയും തന്നെ നമ്മളിത് ചെയ്തെടുക്കുക. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിസൈനല്ല. അതുകൊണ്ട് സാവധാനത്തിൽ
നന്നായിട്ട് സമയമെടുത്ത് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യുക കേട്ടോ. ഓരോ തവണ ഫുഡ് താഴ്ത്തിയും പൊക്കിയും തന്നെ നമ്മളിത് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് കറക്റ്റ് സ്കാലപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ട്രിമ്മറാണ് യൂസ് ചെയ്തത്. വലിയ കത്രിക യൂസ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യുന്നതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലത്തെ ട്രിമ്മർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ പോയിൻ്റ് വരുന്ന ഭാഗത്തൊക്കെ ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നല്ല ഷാർപ്പായിട്ട് ഇതേപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഓരോ ഭാഗവും ഇതുപോലെ മെല്ലെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് അയൺ ചെയ്താൽ നമ്മുടെ സ്കാലപ്പ് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടോപ്പ് സ്റ്റിച്ചൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്